കേരള സർക്കാർ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് ഇരിക്കൂർ നിയോജക മണ്ഡലം കർഷക സംഗമം അഗ്രി ഫെസ്റ്റ് 25 ആലക്കോട് നടുപ്പറമ്പിൽ സ്പോർട്സ് സിറ്റിയിൽ ജനുവരി 14, 15, 16 തീയതികളിൽ നടക്കുമെന്ന് MLA സജീവ് ജോസഫ് ഏജന്റ് ന്യൂസിനോട് പറഞ്ഞു. ഇരിക്കൂർ നിയോജകമണ്ഡലം കർഷക സംഗമം അഗ്രി ഫെസ്റ്റ് 25 നാളെ ആരംഭിക്കുകയാണ്. 14, 15, 16 തീയതികളിൽ ആലക്കോട് നടുപ്പറമ്പിൽ കോംപ്ലക്സിലാണ് ഈ കർഷക സംഗമം നടക്കുന്നത്. മലയോരത്തെ കാർഷിക മേഖലയ്ക്ക് ഉണർവേകിക്കൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ പഠിക്കാനും കൂടുതൽ സർക്കാരിൻ്റെ ഇടപെടലുകൾ ഉറപ്പുവരുത്താനും ബഹുമാനപ്പെട്ട മന്ത്രിയെയും ഗവൺമെൻറ്റിനെയും നമ്മുടെ കാർഷിക മേഖലയിലെ പ്രതിസന്ധി ബോധ്യപ്പെടുത്താനും കൂടിയുള്ള ഒരവസരമാണ് ബഹുമാനപ്പെട്ട കൃഷിമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന ഈ കർഷക സംഗമം. അദ്ദേഹം അദാലത്ത്, അതുപോലെ തന്നെ കർഷകരുമായിട്ടുള്ള സംവാദം, നമ്മുടെ ഓരോ പഞ്ചായത്തിലെയും കാർഷിക പ്രശ്നങ്ങൾ അവ നേരിട്ട് അവിടെ കേൾക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ 5000-ഓളം വരുന്ന നമ്മുടെ നാട്ടിലെ കർഷകർ പങ്കെടുക്കുന്ന കർഷക റാലിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് 16-ാം തീയതി 3 മണിക്കാണ് കർഷക റാലി ആലക്കോട് നിന്നും ആരംഭിക്കുന്നത്. അതിൻ്റെ സമാപന സമ്മേളനം ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യുന്നു. നമ്മുടെ കർഷക സംഗമത്തിൻ്റെ അഗ്രി ഫെസ്റ്റിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനാണ്. 15-ാം തീയതി 12 മണിക്കാണ് അദ്ദേഹം ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കുക. നാളെ 14-ാം തീയതി രാവിലെ മുതൽ ഈ കാർഷിക ഫെസ്റ്റ് ഔപചാരികമായി തുടങ്ങുകയാണ്. ആദ്യ ഇനമായിട്ടുള്ള എക്സിബിഷൻ, 3 ദിവസം നീണ്ടു നിൽക്കുന്ന എക്സിബിഷൻ ബഹുമാനപ്പെട്ട ശ്രീ P സന്തോഷ് കുമാർ രാജ്യസഭാ അംഗം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്നു. അതുപോലെ ശ്രീ K സുധാകരൻ MP അദ്ദേഹമാണ് സമാപന ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത്. മറ്റ് MLA-മാർ ശ്രീ സണ്ണി ജോസഫ്, ശ്രീ KV സുമേഷ്, ശ്രീ M വിജിൻ, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി KK രത്നകുമാരി ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രമുഖരായിട്ടുള്ള കൃഷി വകുപ്പിൻ്റെ ഡയറക്ടർ അദീന അബ്ദുള്ള 2 ദിവസവും പൂർണ്ണമായി കർഷകരോടൊപ്പം ഇവിടെ എത്തുകയാണ്. ബഹുമാനപ്പെട്ട ശ്രീ ചാണ്ടി ഉമ്മൻ ഇന്ന് ഇത് വിളംബരം ചെയ്യുന്ന വിളംബര യാത്രയിൽ ആലക്കോട് അദ്ദേഹം പങ്കുചേരുകയാണ്. അങ്ങനെ ഭരണരംഗത്തുള്ളവർ മാത്രമല്ല, കാർഷിക മേഖലയിലെ ശാസ്ത്രജ്ഞന്മാരും വിദഗ്ധരും ഉൾപ്പെടെയുള്ള വലിയൊരു സംഘമാണ് ഈ സംഗമത്തിലേക്ക് എത്തുക. വിവിധ സെമിനാറുകളിലായിട്ട് എല്ലാ വിഷയങ്ങളും ഇവിടെ 3 ദിവസങ്ങളിലായിട്ട് ചർച്ച ചെയ്യുന്നു. 1500 പേരാണ് ഈ സെമിനാറിൽ പങ്കെടുക്കുന്നത്. 3 ദിവസങ്ങളായിട്ട് നടക്കുന്ന സെമിനാറിൽ തിരഞ്ഞെടുത്ത 1500 കർഷകരാണ് പങ്കെടുക്കുന്നത്. അതുപോലെ തന്നെ എക്സിബിഷൻ, സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഏജൻസികളുടെ സ്ഥാപനങ്ങളുടെ പങ്കെടുക്കുന്ന സ്റ്റാളുകൾ, അതുപോലെ തന്നെ കർഷകരുടെ ഏറ്റവും മികച്ച വിളകളുടെ പ്രദർശനം, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ കുട്ടികൾക്ക് വേണ്ടി ചിത്രരചനാ മത്സരം, കർഷകർക്ക് വേണ്ടി ക്വിസ് മത്സരം ഉൾപ്പെടെയുള്ള കലാസാംസ്കാരിക പരിപാടികൾ 3 ദിവസവും വൈകുന്നേരങ്ങളിൽ നടക്കുകയാണ്. ഫുട്ബോൾ ടൂർണമെൻറ്റ് യുവാക്കൾക്കായി നടക്കുകയാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും നമ്മുടെ കാർഷിക മേഖലയ്ക്ക് ഒരു ആവേശമുണ്ടാക്കാൻ, ഉണർവുണ്ടാക്കാൻ, ഒരു പഠനാത്മകമായിട്ടുള്ള നമ്മുടെ പ്രശ്നങ്ങളെ സർക്കാരിൻ്റെ മുന്നിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ്. അതുവഴി ഒരു പാക്കേജ്, നമ്മുടെ നാടിന് ഏറ്റവും അനിവാര്യമായ കാർഷിക മേഖലയ്ക്ക് ശക്തി പകരാൻ കഴിയുന്ന, പ്രശ്നങ്ങൾക്ക് പരിഹാരം കഴിയുന്ന ഒരു പാക്കേജ് സർക്കാരിൽ നിന്നും ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഈ സംഗമത്തിൻ്റെ ലക്ഷ്യം. എല്ലാവരെയും ഞാൻ പ്രത്യേകിച്ച് കർഷക സുഹൃത്തുക്കളെ ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാ രീതിയിലും ഈ പരിപാടി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് നമ്മുടെ നാട് വിജയിപ്പിക്കാൻ ഇപ്പോൾ ഒരുങ്ങിയിട്ടുള്ളത്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, ത്തിനും അതീതമായി എല്ലാവരും ഒരുമിച്ച് ചേരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എല്ലാ പഞ്ചായത്തിൻ്റെയും സഹകരണം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. എല്ലാവരെയും ഞാൻ പ്രത്യേകമായി ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അമ്മ, കല്യാണത്തിന് ഇനി 10 ദിവസം കൂടി ഉള്ളൂ. നാളെയെങ്കിലും ഡ്രസ്സ് വാങ്ങിച്ചില്ലെങ്കിൽ എങ്ങനെയാ മോളെ? അത് അച്ഛൻ്റെ ESI ഫണ്ട് കിട്ടിയിട്ടില്ല. എന്റെ പർച്ചേസ് എല്ലാം കഴിഞ്ഞു. നിന്റെ എന്തായി? നാളെയാണോ? ഇതാണ് എന്റെ വെഡിങ് സാരി. നോക്ക്, കാഞ്ചീപുരം എങ്ങനെയുണ്ട്? ഇത് എന്റെ അമ്മയ്ക്കുള്ളത് സോഫ്റ്റ് സിൽക്ക്. എങ്ങനെയുണ്ട്? നല്ല കളറല്ലേ? ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്. LKG മുതൽ നമ്മൾ എല്ലാത്തിനും ഒരുമിച്ചാണ്. ഇതാവുമ്പോ നമ്മുടെ കല്യാണം വരെ അടുത്തെടുത്താ. അതുകൊണ്ട് നീ നിന്റെ ഹസ്ബൻഡും കല്യാണം കഴിഞ്ഞിട്ട് ഒരുമിച്ച് എന്റെ കല്യാണത്തിന് വരണം. ഓക്കെ? മനസ്സ് കണ്ടറിയും ഇഷ്ടങ്ങൾ. സെഞ്ചുറി ഫാഷൻ സിറ്റി. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ A ചാനൽ. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391.
നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.